ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു സ്വർണ്ണമ്മ ചേച്ചി വന്ന് പറഞ്ഞു ഓറിയൻസിനെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോഴ് ഞാൻ എൻ്റെ വീട്ടിലൊരു ഷിജുമോളെന്ന് പറഞ്ഞു, ഷിജുമോളും പിന്നെ അൻസാറിനോട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്ന് എൻ്റെ മോനെ കണ്ടപ്പോൾ പറഞ്ഞ് 6 മാസം കൊണ്ട് നടത്തി തരാമെന്ന് പറഞ്ഞ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 1.5 വർഷമായി. പിന്നെ മോന് ചികിത്സിക്കാൻ വേണ്ടി 50 ലക്ഷത്തോളം രൂപ ചെലവാകുകയും ചെയ്ത് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനൊന്നും യാതൊരു നിവർത്തിയില്ലായിരുന്നു. ഷിജിമോള് വന്നിട്ട് പറഞ്ഞ് പ്രോഡക്റ്റ് 6 മാസം എൻ്റെ മോന് കൊടുത്ത് 6ാമത്തെ മാസം തൊട്ട് എൻ്റെ മോൻ നല്ല രീതിയിൽ 80% നടക്കുകയും ചെയ്തു. എൻ്റെ മോനെ അവൻ തന്നെതാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ബാധ്യത കാരണം ഞാൻ ഗൾഫിന് പോയായിരുന്നു. അല്ല സാർ അന്ന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മേശാന്തി പോകണ്ട എന്ന് പറഞ്ഞു. സാറിൻ്റെ അടുത്ത് ഒരു വാക്ക് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ മോൻ 6 മാസമായി സാറ് പറഞ്ഞേക്കുന്നത്, 6ാം മാസം ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ്. കറക്റ്റ് 6ാം മാസം തന്നെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ മോൻ ഇപ്പം 80% മാറ്റമുണ്ട് ഈ ഓറിയൻസിൻ്റെ പ്രോഡക്റ്റ് കഴിച്ച്. അതിന് ഈ 6 മാസം എൻ്റെ പ്രോഡക്റ്റ് വെറുതെ 1 രൂപ പോലും കൊടുക്കാതെ തന്നെ എൻ്റെ ഷിജിമോൾക്കും ഷിജിമോളുടെ ഹസ്ബൻഡിന് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം എനിക്ക് യാതൊരു നിവർത്തി എൻ്റെ വീട്ടിൻ്റെ ജപ്തി ഞാൻ ജപ്തി നോട്ടീസ് വന്നു. ഇനി എനിക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ യാതൊരു നിവർത്തിയില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്. കാര്യം എൻ്റെ ഭർത്താവും മരിച്ചു. താങ്ക് യു. നല്ലൊരു ക്ലാപ്പ്, നല്ലൊരു ക്ലാപ്പ്. ആരാണ് ഷിജിമോൾ? പ്ലീസ് വെൽക്കം ഷിജിമോൾ. നല്ലൊരു ക്ലാപ്പ്. புரியல, கரெக்டா சொல்றேன். தம்பி பிறந்ததிலிருந்தே நடக்காது. ஏறக்குறை இவரோட ட்ரீட்மெண்ட்டுக்கு 50 லட்சம் ரூபாய் செலவு பண்ணியிருக்கு. ரைட்டுங்களா? 50 லட்சம். ஒரு சின்ன மாற்றமும் அலோபதியில நடக்கல. அதுக்கப்புறம் ஆக்சுவலி பாத்தீங்கன்னா அவங்களோட ஹஸ்பண்ட் இறந்துட்டாங்க. ப்ராடக்ட் வாங்குறதுக்கு எல்லா பைசாவும் வித்தாச்சு. அவங்களுடைய வீடு முந்தானத்தை ஜப்தி நோட்டீஸ் வந்திருக்கு. அந்த அளவுக்கு தம்பியோடைய ட்ரீட்மெண்ட்டுக்காக செலவு பண்ணியிருக்கு. ஒரு டெவலப்மெண்ட்டும் வரல. ஷிஜிமோல் அப்படின்னு சொல்லிட்டு அவங்களோட ஃப்ரெண்டு இல்லைன்னா தெரிஞ்சவங்க ஓரியன்ஸ் ப்ராடக்ட் ரெக்கமெண்ட் பண்ணியிருக்கு. வாங்குறதுக்கு காசே இல்லை, என்னது பைசா இல்லை சொல்லும் அப்படின்னு சொல்லும் போது பரவாயில்ல 6 மாசம் நான் இந்த ப்ராடக்ட் கொடுக்குறேன்னு சொல்லிட்டு பெரிய ஒரு நம்பிக்கையோட நம்மளுடைய லீடர் இந்த ப்ராடக்ட் கொடுத்துருக்காங்க. இன்னைக்கு இவங்க சொல்றது எந்த விதமான எக்ஸ்பெக்டேஷனும் இல்லை என்னோட பையன் நடக்கும் அப்படின்ட்டு. ஆனா 6 மாசம் ஓரியன்ஸ் அப்படிங்கிற ப்ராடக்ட்டை சாப்பிட்டு இன்னைக்கு 80% ரெக்கவர் ஆயிடுச்சு அப்படிங்கிறது தான் இன்னைக்கு நமக்கு கிடைச்ச ஒரு